ചിന്തയിൽ ജനിച്ചെനിക്കു വളരണം അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം തികഞ്ഞ ഭക്തിയോടെ ജന്മ നാടിനെ നയിക്കണം ഗുരുപദാപുജങ്ങളെന്നും ഉമ്മയായി സ്മരിക്കണം ശത്രുവെങ്കിലും കരം ഗ്രഹിക്കുവാൻ കഴിയണം മിഴികൾ കൊണ്ടു മാനസം തലോടുവാൻ പഠിക്കണം നാവിൽ നല്ല വാക്കുകൾ സദാ തുളുമ്പി നിൽക്കണം നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം. ഈ യോഗ നടപടികളുടെ സമയക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയപ്പോൾ 7 മിനിറ്റാണ് എനിക്ക് നൽകിയത്. ഇപ്പോൾ നമ്മൾ അല്പം ലേറ്റായി. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഓലയിൽ ബാബുചേട്ടൻ അവർകളാണ്. അദ്ദേഹത്തെ കൂടുതൽ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിരവധി സാംസ്കാരിക, സാമൂഹ്യ, ബൗദ്ധിക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനാണ്. അതോടൊപ്പം അതിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. നമ്മുടെ നൈമിശാരണ്യം വേദിക് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അനുഗ്രഹീതനായ അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്ന് ഈ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്ദ്യ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി അവർക്കാണ്. അദ്ദേഹത്തെയും ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നിരന്തരം അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതക്രമങ്ങളെ മാനേജ് ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും നമുക്ക് ഏറെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നിരവധി സാംസ്കാരിക, ബൗദ്ധിക, വൈജ്ഞാനിക, ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പോത്തങ്കോടുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്, മണികണ്ഠ സാറുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഉള്ള സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ശ്രീ എ കബീർ മുഹമ്മദ് അവർക്കാണ്. അദ്ദേഹം ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തും. അദ്ദേഹം തിരുവനന്തപുരം ഡയറ്റിൽ നിന്ന് റിട്ടയർഡ് സീനിയർ ലെക്ചറായിരുന്നു അദ്ദേഹം. അധ്യാപകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, അതുപോലെ കൗൺസിലിംഗ് രംഗത്തെ സജീവ പ്രവർത്തകൻ, അങ്ങനെ നിരവധി മേഖലകളിൽ സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ സാർ അവർക്കാണ്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇവിടെ വിശിഷ്ട സാന്നിധ്യമായി എത്തിച്ചേർന്നിട്ടുള്ള പൊന്നുസ്വാമി രാജപാളയം അവർക്കാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ
കമ്മ്യൂണിറ്റി ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഫൗണ്ടറും സജീവ പ്രവർത്തകരുമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ശ്രീ ബിനോജ് സ്വസ്തി അവർക്കാണ്. അദ്ദേഹം നമ്മുടെ സെക്രട്ടറിയാണ്. നൈമിഷാരണ്യം വേദിക ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ ഫൗണ്ടേഷനെ കുറിച്ചുള്ള പ്രവർത്തന വിവരണം അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. അദ്ദേഹത്തിനും ഈ ഫൗണ്ടേഷൻ്റെയും യോഗത്തിൻ്റെയും പേരുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ നമുക്ക് മുഖ്യപ്രഭാഷണത്തിനായി എത്തിച്ചേരേണ്ടിരുന്ന ശ്രീ മുല്ലക്കര നഗരൻ സാർ അവർ, അദ്ദേഹം പെട്ടെന്നുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹത്തെയും നമുക്ക് ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്വാഗതം ആശംസിക്കേണ്ടത് ശ്രീ വിജയൻ പോറ്റി അവർക്കാണ്. ഇന്നിവിടെ നമ്മുടെ ആചാര്യനെ അനുമോദിക്കുവാനായി ഒത്തിരി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ അനുമോദനത്തിൻ്റെ കോർഡിനേഷനും ഒക്കെ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ വേദിയിൽ മണികണ്ഠൻ സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ മനോജ് എസ് മംഗലത്ത് അവർകളാണ്. അദ്ദേഹത്തിനെയും എല്ലാവർക്കും അറിയാം. അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ, അങ്ങനെ ഒത്തിരി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന മനോജ് എസ് മംഗലത്ത് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് വിശിഷ്ട സാന്നിധ്യമായി എത്തിച്ചേർന്നിട്ടുള്ള സ്വാമിജി അദ്വൈതാനന്ദപുരി അവർ, അദ്ദേഹം ഓംകാരഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വിശിഷ്ട സാന്നിധ്യമായിട്ടുള്ള പൊന്നുസ്വാമി അവർകളോടൊപ്പം 3 വിശിഷ്ട വ്യക്തികളും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുമുഖ മല്ലർ, കുർമി ക്ഷത്രിയ മഹാസഭയുടെ ആൾ ഇന്ത്യ ചുമതലയുള്ള അനുഗ്രഹീതനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം വന്ന അഡ്വക്കേറ്റ് ശിവകുമാർ, ഹൈക്കോടതി അഡ്വക്കേറ്റാണ് ചെന്നൈയിൽ. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാർത്തിക് രാജ്, രാജപാളയം കേന്ദ്രീകരിച്ച് കാർഷിക വ്യവസായ പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സദസ്സിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. സാധാരണ ഇതിൽ നമ്മുടെ എല്ലാവരും കുടുംബാംഗങ്ങളാണ്. പ്രത്യേകിച്ചൊരു സ്വാഗതാശംസയുടെ ആവശ്യമില്ലെന്ന് അറിയാമെങ്കിൽ കൂടി ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രമേശൻ സാർ. ഈ അനുമോദന ചടങ്ങിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് അഭിവന്ദ്യ സ്വാമിജി, ഗുരുരത്നം ജ്ഞാനതപസ്വി. അതുപോലെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ സാറ്, അനുഗ്രഹ പ്രഭാഷണത്തിന് എത്തിയിട്ടുള്ള കബീർ സാറ്, സ്വാമി അദ്വൈതാനന്ദപുരി, തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള പൊന്നുസ്വാമി, ഈ സദസ്സിൽ വേദിയിലിരിക്കുന്ന ഡോക്ടർ മനോജ് സാർ, സദസ്സിലും വളരെ വിശിഷ്ട വ്യക്തികളാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത്രയും വിശിഷ്ട വ്യക്തികളാണ് സദസ്സിൽ ഇരിക്കുന്നത്. ഈ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നിശ്ചയിച്ചതിൻ്റെ പ്രധാന കാരണം നൈമിഷാരണ്യം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനമായിട്ട് ഒരു 5 വർഷമായി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പിന്നിൽ
പിന്നിലല്ല, ഇതിൻ്റെ മുന്നിൽ ഒരു കാരണവരെ പോലെ ഞങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം തരുന്ന യജ്ഞാചാര്യൻ പള്ളിക്കൽ മണികണ്ഠൻ സാറിനോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു ഭാഗമായി ഒരാളെന്ന നിലയിൽ ഒരു കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാറിന് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരം നാഷണൽ റെക്കോർഡ് ഓഫ് ബുക്കിൻ്റെ നാഷണൽ അവാർഡ്, ഈ അവാർഡ് കിട്ടുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. പലരും വിളിച്ചു പറഞ്ഞു സാറിനെ നേരിട്ട് അനുമോദിക്കാൻ സാധിച്ചില്ല, അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. ആ പരിപാടി ശരിക്കും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് മണികണ്ഠൻ സാറ് ഒരു യജ്ഞാചാര്യനാണ്. നമ്മൾ നിരവധി യജ്ഞാചാര്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പരസ്യവുമില്ലാതെ നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഞങ്ങളെക്കൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാനുള്ള പ്രചോദനം സാറ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും അതിനൊരു ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ ഇതിൻ്റെ പ്രവർത്തനം എല്ലാവരും അറിയണം. അപ്പോൾ അതിനൊരു കമ്മിറ്റി വേണം. അപ്പം ഈ ഒരു അനുമോദന പരിപാടിയോടുകൂടി നൈമിഷാരണ്യത്തിൻ്റെ ഒരു കമ്മിറ്റി ഇന്ന് അനൗൺസ് ചെയ്യും. പല കാര്യത്തിലും ഞങ്ങളെക്കൊണ്ട് ഓരോ പ്രവൃത്തി നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കാരണക്കാരനായിട്ടുള്ള നമ്മുടെ യജ്ഞാചാര്യൻ, അദ്ദേഹത്തോടൊപ്പം ഇനിയും ദീർഘനാൾ സഞ്ചരിക്കാൻ, ഈ ചെറിയ പ്രവൃത്തി ചെയ്യാനായിട്ട് നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ഭാഗ്യം ഒക്കെ കിട്ടും. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ വേദിയിൽ സംസാരിക്കാൻ നമുക്കിവിടെ കൂട്ടം ചേരാൻ നമ്മളെ പ്രാപ്തനാക്കിയത് ശ്രീ മുല്ലക്കര രത്നാകരൻ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ ഗവേഷണ കേന്ദ്രം. ഞാൻ ആഗ്രഹിച്ചു പോയി അദ്ദേഹം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം പിടിപെട്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. ആ വലിയ മനുഷ്യനെ, വാക്കുകൾ കൊണ്ട് വസന്തം തീർക്കുന്ന ആ വലിയ മനുഷ്യനെയും ഈ വേദിയിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതുപോലെ കബീർ സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. സ്വാഗത പ്രസംഗകൻ ഓരോരുത്തരെ കുറിച്ചും വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും മഹാത്മ്യത്തിലേക്ക് കടക്കുന്നില്ല. ഈ സദസ്സിലുള്ളവരും അതിലേറെ പ്രിയപ്പെട്ടവരും മഹാത്മാക്കളുമാണ്. എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ അവരുകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഈ അവാർഡിനെ കുറിച്ചുള്ളൊരു ആമുഖമാണ് ഞാൻ ഈ വേദിയിൽ ഒരുപക്ഷെ അത് അറിയാത്തവർക്കായി നൽകുന്നത്. കേരളക്കരയിലാകെ ഭക്തിയുടെ പാലാഴി തീർക്കുന്ന, ഇന്ന് കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള യജ്ഞാചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം അതിനുത്തരമേ ഉള്ളൂ, ഡോക്ടർ വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹത്തിൻ്റെയും നന്മയുടെയും ചേർത്തുവയ്ക്കലിൻ്റെയും ഒരു മൂർത്തിമത് ഭാവമാണ് ഡോക്ടർ വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ. ജീവിതാനുഭവങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത അറിവ് സമൂഹത്തിന് പ്രകാശപൂരിതമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന, വാക്കും പ്രവൃത്തിയും ഇഴചേർന്നു പോകുന്ന ഒരാളായിരിക്കണം നല്ലൊരു ആധ്യാത്മിക പ്രവർത്തകൻ, ഒരാചാര്യൻ. അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് മാതൃകയാകുന്ന ആ മനുഷ്യനാണ് ഇപ്രാവശ്യത്തെ നാഷണൽ റെക്കോർഡ് അച്ചീവറായിരിക്കുന്നത്. അഭിമാനത്തോടെ നമുക്ക് പറയാം, ആ യാത്രയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്കും ചാരിതാർത്ഥ്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ സാധാരണ കുടുംബത്തിൽ
തീരെ സാധാരണക്കാരായ ഒരച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം, ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അധ്യാപനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയുള്ള ഒരു നീണ്ട യാത്രയ്ക്ക് തുടക്കമായി. 11-ാം വയസ്സ് മുതൽ തൻ്റെ മുത്തശ്ശിയിൽ നിന്നും ലഭിച്ച സംഗീതാത്മകത്വവും പൗരാണിക ഗ്രന്ഥങ്ങളുടെ ആഭിമുഖ്യവും അദ്ദേഹത്തെ ആധ്യാത്മിക യാത്രയ്ക്കുള്ള തുടക്കത്തിന് വഴിവരുന്നായി. അതുമാത്രമല്ല, അദ്ദേഹം ജനിച്ച പള്ളിക്കൽ എന്ന ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. മതേതരത്വത്തിൻ്റെ വിളഭൂമിയാണ് പള്ളിക്കൽ. തൻ്റെ ഭാഗവതം നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോഴും ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥത്തെയും ബൈബിൾ എന്ന മഹത്തായ ഗ്രന്ഥത്തെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ ആധ്യാത്മിക വേദിയിലേക്കുള്ള ഒരു യാത്രയിൽ ഒരുമിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളെയും ചേർത്ത് വെച്ചപ്പോൾ അവിടെ മതേതരത്വത്തിൻ്റെ നന്മകൾ പൂത്തുലയാൻ തുടങ്ങി. ഒരുപക്ഷെ അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ്. എല്ലാ മതങ്ങളിലെ നന്മകളും തൻ്റെ വേദികളിലൂടെ പരിമളമുണർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ പ്രയാണം ഇന്ന് 25-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 4 നൂറ്റാണ്ട് പിന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ ആ യാത്ര. അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ കുറിച്ച് എനിക്ക് കാണാതെ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്. സാധാരണ അവാർഡ് 2 തരമുണ്ട്. ഒന്ന്, നമ്മളെ തേടി വരുന്ന അവാർഡുകളും നമ്മൾ തേടി ചെല്ലുന്ന അവാർഡുകളും. ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ച നിരവധിയായ അവാർഡുകൾ അദ്ദേഹത്തെ അറിയാവുന്ന ഓരോ വ്യക്തിത്വത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ നന്മകൾക്കുള്ള പ്രതിഫലമായി അദ്ദേഹത്തെ തേടിയെത്തിയതാണ്. അതിൽ ചില അവാർഡുകൾ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യുവ കലാനിധി പുരസ്കാരം, സപ്താഹ പരമശ്രേഷ്ഠ പുരസ്കാരം, ഭാഗവത രത്നം, വേദശ്രീ ബഹുമതി, ഭാഗവത സുഹൃതം, വേദരത്നം, ഏറ്റവും മികച്ച ഗായകനുള്ള ഭരത് PJ ആന്റണി നാഷണൽ അവാർഡ്, സ്പിരിച്വൽ സയൻസിൽ ഡോക്ടറേറ്റ്, ശ്രീചക്ര പുരസ്കാരം, മൂകാംബിക പുരസ്കാരം, ശിവജ്യോതി പുരസ്കാരം, ഗുരുപ്രിയ പുരസ്കാരം എന്നിങ്ങനെ 300-ൽ പരം പുരസ്കാരങ്ങളാണ് ഈ 4 നൂറ്റാണ്ട് കാലമായി അദ്ദേഹത്തിന് ലഭിച്ചത്. ഗുരുക്കന്മാരുടെ കടാക്ഷം, യജ്ഞവേദികളിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ശ്രോതാക്കളുടെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹമായി ഇതിനെല്ലാം അദ്ദേഹം കാണുകയാണ്. ഒട്ടേറെ നന്മകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. കേവലം ആധ്യാത്മികത എന്ന ചട്ടക്കൂടിനപ്പുറത്തേക്ക് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാകുന്നു. ഞാൻ ഗുരുരത്നം ജ്ഞാനതപസ്യ അദ്ദേഹത്തെയും വേറിട്ട് കാണുന്നത് അതാണ്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പ്രവർത്തനത്തോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എന്തുമാത്രം പ്രവർത്തനങ്ങൾ, അതാണ് ഒരു സന്യാസി ശ്രേഷ്ഠനെ, ഒരു ആധ്യാത്മിക പ്രവർത്തകനെ വേറിട്ട് മാറ്റുന്നത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ ചേട്ടനും ലഹരി നിർമ്മാർജ്ജനം, മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ, പരിസ്ഥിതി സംരക്ഷണം, കലാകാരന്മാരെ ആദരിക്കൽ, മതസൗഹാർദ്ദത, കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ, നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം, ഇങ്ങനെ ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്, സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുദേവന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ഭാഗമായി ഉയർന്നു വന്ന സാർവലൗകിക സ്നേഹം തുടങ്ങുന്ന ഒരു മന്ത്രമാണിത്. മന്ത്രം നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട്, ആധ്യാത്മിക വേദികളിൽ ഉയർന്നു കേൾക്കാറുണ്ട്. ഒരുപാട് ആചാര്യന്മാർ മന്ത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സുകളെ ഉണർത്താറുണ്ട്. പക്ഷെ ജീവിതത്തിൽ എത്ര പേർ ഈ മന്ത്രം പ്രാവർത്തികമാക്കുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം. ആ മന്ത്രം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വാക്കും പ്രവൃത്തിയും ഇഴചേർന്നു പോകുന്ന ഒരു പുഴയായി ഒഴുകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് മതസൗഹാർദ്ദം. ഭാരതത്തിൽ ഒരമ്മ പറ്റ മക്കളെ പോലെ പിറന്നു വീണ മക്കൾ നമ്മൾ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഇന്ന് പലപ്പോഴും
ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വാണോങ്ങുമ്പോൾ ആ മതസ്പർദ്ധ ഇല്ലാതാക്കുന്നതിനു വേണ്ടി തൻ്റെ യജ്ഞവേദിയിൽ ഖുർആൻ ഉദ്ധരിക്കുക മാത്രമല്ല, ബൈബിൾ ഉദ്ധരിക്കുക മാത്രമല്ല, ആ മേഖലകളിലെ ശ്രേഷ്ഠരായ ആചാര്യന്മാരെ കൊണ്ടുവരാനും അതിലൂടെ ഗീതയും ബൈബിളും ഖുർആനും എല്ലാം മാനവ സ്നേഹത്തിൻ്റെ ഉദാത്തമായ തത്വങ്ങളാണ് മനുഷ്യ മനസാക്ഷിക്ക് നൽകുന്നത് എന്ന വലിയ തത്വം തൻ്റെ വേദികളിൽ അദ്ദേഹം നടത്തപ്പെടുന്നു. ഇങ്ങനെ മനുഷ്യരെയെല്ലാം ചേർത്ത് വയ്ക്കലാണ് മതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. മതങ്ങളെല്ലാം സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ തുടക്കത്തിലെ പ്രാർത്ഥനയിൽ ഗൗരി പാടിയതുപോലെ വാളുകൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു റീലെങ്കിലും കാണാത്ത ഒരു ദിവസം പോലും ആർക്കും ഉണ്ടാകില്ല. ഹൃദയസ്പർശിയായ ആ വാക്കുകൾ ശ്രവിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. എന്തായാലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ലഭിച്ചതിലുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കട്ടെ. പ്രിയപ്പെട്ട സ്വാമിജിയെ ആദരപൂർവ്വം ഈ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമസ്ത കോടി ജീവജാലം ഏകമെന്നു തോന്നണം. സർവഭൂത സങ്കടങ്ങൾ ഗോചരങ്ങളാകണം. സഹാനുഭൂതി ഉൾക്കടൽ തിരകളായി മാറണം. അസാധ്യമെന്ന ചിന്തയെ ജയിച്ചെനിക്കു വളരണം. അമൂല്യരത്നമമ്മതെന്ന സ്നേഹമെന്നറിയണം. തികഞ്ഞ ഭക്തിയോടെ ജന്മ നാടിനെ നയിക്കണം. ഗുരുപദാഭുജങ്ങളെന്നും ഉണ്മയായി സ്മരിക്കണം. ശത്രുവെങ്കിലും കരം ഗ്രഹിക്കുവാൻ കഴിയണം. മിഴികൾ കൊണ്ടു മാനസം തലോടുവാൻ പഠിക്കണം. നാവിൽ നല്ല വാക്കുകൾ സദാ സദസ്സ് അതിലേക്കായി എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ വേദിയെ ധന്യവാക്കുന്നു. ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ജി ഓദയിൽ ബാബു, അതുപോലെ ഇവിടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് നമ്മളെ ധന്യമാക്കിയ ഡോക്ടർ മനോജ് എസ് മംഗലത്ത്, സ്വാഗതം ആശംസിച്ച ശ്രീ രമേശൻ ദേവപ്രിയം, ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, ഏറ്റവും ആദരണീയനായ സ്വാമിജി, അതുപോലെ ഇവിടെ വിവിധങ്ങളായ നിലയിൽ ഈ പരിപാടി നമ്മളെ അഭിസംബോധന ചെയ്യുന്ന ബോബി വിനോദ് സ്വസ്തി, പോലെ തമിഴ്നാട്ടിൽ നിന്നെത്തിയിരിക്കുന്ന പ്രതിനിധികൾ ശ്രീ പൊന്നുസ്വാമി രാജപാളയം, ശ്രീ വയക്കൽ മധു, അദ്ദേഹം തന്നെയുള്ള ആളാണ്. ശ്രീ എ കബീർ മുഹമ്മദ്, അതുപോലെ ജയൻ വി കോറ്റി, പ്രദീപ് കുരിപ്പുഴ, അതുപോലെ പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുമാരി ഗൗരി, എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വേദിയിലും സദസ്സിലും രചിപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ. നിറപുഞ്ചിരിക്ക് മുന്നിൽ ആയുധങ്ങൾ തോൽക്കണം. ഗൗരിയുടെ ഒരു പ്രാർത്ഥന കേട്ട സമയത്ത് എനിക്ക് വലിയ പ്രചോദനം തോന്നി. ജീവിതത്തിൽ നമ്മളെല്ലാവരും നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ പുഞ്ചിരി കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കുകയും നമുക്ക് നേരെ വരുന്ന ആയുധങ്ങളെ പുഷ്പങ്ങളാക്കി മാറ്റുകയും ചെയ്യുക. ഒരു വ്യക്തിയുടെ
ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്ന സത്യത്തിലത്. വൃദ്ധനായ ഒരാളോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു കാര്യവും ചുമക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വിവിധങ്ങളായ കാര്യങ്ങളെ അത് നമ്മുടെ ജീവിതത്തിന് അനുകൂലമാക്കി എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും വിജയിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് ഈ അനുഭവം പാഠമാക്കിയ ഒരു വിദ്യാലയമാണ്. പക്ഷേ അതിലെ അധ്യാപകൻ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായിട്ടാണ് നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് ഒന്നും അതിന് അതീതമല്ല. ഇവിടെ വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ അവർ അദ്ദേഹത്തിന് ഇന്ന് ലഭിച്ചിരിക്കുന്ന പുരസ്കാരം ഒരു ഇന്റർനാഷണൽ അവാർഡാണ്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ് ബുക്ക്, അതൊക്കെ പലപ്പോഴും നമുക്ക് പരിചിതമായ വാക്കുകളാണ്. ദ ടാലന്റ് ബുക്സ് ഓഫ് റെക്കോർഡ്, അതും ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു അംഗീകാരങ്ങളിൽ ഒന്നാണ്. ആ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ അദ്ദേഹം കടന്നു വന്ന വഴികൾ ഇവിടെ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ മനോജ് എസ് മംഗലത്ത് വളരെ മനോഹരമായ നിലയിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഭംഗിയുള്ള പൂക്കൾ പോലെയുള്ള വാക്കുകളുണ്ട്. ഒരു ജീവിതത്തെ ഇവിടെ അനാവരണം. ആ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി സൂചിപ്പിക്കുകയുണ്ട്. അത് വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തികൾ കൂടിയാണ്. മണികണ്ഠനെ ഞാൻ കാണുന്നത് ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടിന് മുമ്പാണ്. കുട്ടനാട്ടിൽ എന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു, ഒരു അമ്പലത്തിലൊരു പരിപാടി, ഒരു സത്രത്തിൻ്റെ ഉദ്ഘാടനം. അതിനായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ചെല്ലുന്ന സമയത്ത് ഇവിടുന്ന് ഈ പോകുമ്പോൾ, പ്രത്യേകിച്ച് ആശ്രമത്തിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ, നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ആളുകൾ വരുന്നത്. ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും, എന്തെങ്കിലുമൊക്കെ സഹായത്തിനായി നമ്മളെ സമീപിക്കുന്ന ആളുകളായിരിക്കും. അപ്പം അങ്ങനെ 1-2 ആളുകളെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടിയിൽ ചെന്നത് വളരെ താമസിച്ചു. ഉദ്ഘാടന സമയം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. ഈ 1 മണിക്കൂർ ആ സത്രത്തിൻ്റെ സത്രാചാര്യൻ അല്ലെങ്കിൽ യജ്ഞാചാര്യൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, കുട്ടനാട് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഒരുപാട് പാടങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ സ്ഥലമാണ്, നീണ്ട വഴികളാണ്, കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നെൽപ്പാടങ്ങൾ, അതിൻ്റെ കതിരുകളൊക്കെ തുള്ളിക്കളിച്ചു നിൽക്കുന്ന മനോഹരമായ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗങ്ങളിലൊന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം. കിലോമീറ്ററുകൾ ദൂരെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടേക്ക് വരുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഗ്രാമമായതുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് തന്നെ ഈ മൈക്ക് ഇങ്ങനെ വെച്ച് കിട്ടിയിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ കാറിൽ ഇങ്ങനെ പതിയെ വരുമ്പോൾ വഴി എത്രത്തോളം പരിചിതമല്ലാത്തതുകൊണ്ട് പതിയെയാണ് വരുന്നത്, പഴകിയ റോഡുകൾ കൂടിയാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. അപ്പം അത് കേട്ട സമയത്ത് ഞാനൊക്കെ എത്ര സാധാരണക്കാരാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അത്ര അഗാധമായി ദൈവീകമായ വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന നിലയിലുള്ള വാക്കുകൾ ആ ഉച്ചഭാഷയിലൂടെ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. അവിടെ നിന്നാണ് ഞാൻ ആ സ്റ്റേജിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പ്രഭാഷണം നടത്തിയ ആളിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി നേരിട്ട് കാണുകയുണ്ട്. അന്ന് തുടങ്ങിയ ആ ഒരു വലിയ ആത്മബന്ധം പിന്നീട് എത്ര പരിപാടികൾ, ഇവിടെ 300ഓളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുകയുണ്ടായി. അതിനെ ഒരു 100 പുരസ്കാര വേദികളിലെങ്കിലും എത്തിച്ചേരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ചെറുതും വലുതുമായ 100 പേരുള്ളതും 10,000 കണക്കിന് ആളുകൾ ഇരിക്കുന്നതുമായ
വേദി അദ്ദേഹം നടത്തുന്ന ജ്ഞാന സത്രങ്ങളിൽ ഭാഗവാക്കാകുവാൻ എനിക്ക് സാധിക്കും. ഞാൻ ആലങ്കാരികമായി പറയുകയല്ല, അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുവാൻ വേണ്ടി പറയുന്ന ഭംഗി വാക്കല്ല. മനുഷ്യൻ സംസാരിക്കുന്നത് പലപ്പോഴും രണ്ട് രീതിയിലാണ്. ഒന്ന് തലച്ചോറിൻ്റെ ഭാഷയിലും, രണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കൂ, ഉള്ളിലേക്ക് എടുക്കുവാൻ സാധിക്കും. തലച്ചോറിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് ജ്ഞാനമോ വിജ്ഞാനമോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകും. ഭഗവാനെ കുറിച്ച്, താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അത്യഗാധമായി നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ദൈവീകമായ സരസ്വതിയുടെ വിളയാട്ടം തൻ്റെ നാവുകൾക്ക് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ശ്രീ മണികണ്ഠൻ. അദ്ദേഹത്തെ ഒരു വേദിയിൽ ഞാൻ വിശേഷിപ്പിച്ചത് സച്ചിൻ തെണ്ടുൽക്കറെ പോലെയാണ്. സച്ചിൻ നമുക്കറിയാം 10,000-കണക്കിന് റൺസ് അടിച്ച് എടുത്ത ആളാണ്. അദ്ദേഹം കളിക്കളത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറും. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന തീപ്പന്തം പോലെയുള്ള പന്തുകളിൽ തൻ്റെ ശരീരഭാഷ കൊണ്ട്, മെയ്വഴക്കം കൊണ്ട് അദ്ദേഹം തനിക്ക് അനുകൂലമാക്കിയെടുക്കും. അത് പിന്നെ പന്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഗാലറിയുടെ പുരപ്പുറത്തായിരിക്കും. അത്ര അസാധാരണമായ രീതിയിൽ തൻ്റെ കർമ്മത്തെ അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വത്തെ സമീപിക്കുന്ന ആളാണ് സച്ചിൻ. ഞാൻ ഒരുപാട് ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതത്തിൻ്റെ പല വഴികളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്വാമി അദ്വൈതാനന്ദപുരി, അദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ട് നമ്മുടെ ഇടയിലൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്യഗാധമായി ആത്മീയതയെക്കുറിച്ച് പറയുവാനും നമ്മളെ ബോധ്യപ്പെടുത്തുവാനും ലളിതമായ ജീവിതം നയിക്കുവാനും. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ലാളിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മളൊരു പോർട്ട്ഫോളിയോയുടെ മുകളിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കേണ്ടി വരും. പക്ഷെ ഒരു സന്യാസി എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വാമി. ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടി താരതമ്യപ്പെടുത്തി പറഞ്ഞതിന് കാരണമെന്ന് പറയുന്നത്, ജീവിതത്തെ അത്ര ഗൗരവത്തിൽ സമീപിച്ച രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയിലാണ്. ഇവിടെ വന്ന സമയത്ത് മണികണ്ഠൻ എന്നെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്ന് പുറകിലിരിക്കും. അദ്ദേഹം വലിയ വാഗ്മിയാണ് എന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ മനോജ്, യഥാർത്ഥത്തിൽ നമ്മുടെയൊന്നും വാക്കുകളല്ല, പുഴ ഒഴുകുന്നത് പോലെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗങ്ങളാണ്. ഞാനൊരിക്കലും എൻ്റെ ഉള്ളിലുള്ള സ്വത്വബോധത്തെ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതിന് പരിമിതികൾ ഒരുപാടുണ്ടാവും. ഞാൻ പലപ്പോഴും കടമെടുത്തിട്ടുള്ളതും ഞാൻ പലപ്പോഴും എൻ്റേതായി ഉപയോഗിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതുമൊക്കെ മറ്റുള്ളവരുടെ വാക്കുകളാണ്. ആ വാക്കുകളെ എൻ്റേതായ നിലയിൽ ഞാൻ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. അതിൻ്റെ സ്വത്വമായ ഒരു ആവിഷ്കാരികമായി ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. മറ്റുള്ളതിനെ സാംശീകരിച്ചെടുക്കുകയും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിജയിക്കുന്നത്. ഇവിടെ മണികണ്ഠനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ
മണികണ്ഠൻ ഓരോ സത്രത്തിനും അദ്ദേഹം അതിന് മുമ്പായി എടുക്കുന്ന ഹോംവർക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹമാണ്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ്, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ്, അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യത്തോടുള്ള ഉത്തരവാദിത്ത ബോധമാണ് അദ്ദേഹത്തെയൊക്കെ പലപ്പോഴും വിജയിപ്പിക്കും. നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള ആളുകൾ മാതൃകയാണ്. ഇവിടെ മണികണ്ഠൻ പള്ളിക്കൽ എന്ന് പറയുന്ന വ്യക്തി ആദരിക്കപ്പെടുന്നതിലൂടെ നമ്മളെല്ലാവരും ആദരിക്കപ്പെടുകയാണ്. ഒരു ജീവിതം ആദരിക്കപ്പെടുന്നു. ആ ജീവിതം കടന്നു വന്ന മുൾവഴികളിലൂടെയുള്ള സകല കഷ്ടപ്പാടുകളെയും ആദരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടല്ല ഒരു മനുഷ്യൻ വലിയവനായിത്തീരുന്നു. ജീവിതത്തിൻ്റെ ഭയാനകമായ കാരിരുമ്പിൻ്റെ ശക്തമായ ആ സമ്മർദ്ദത്തിൽ അതിനെ സാംശീകരിച്ചെടുത്ത് ജീവിതത്തിലെ അനുഭവങ്ങളാക്കി മാറ്റി അത് പിൽക്കാല ജീവിതത്തിൻ്റെ കർമ്മശേഷിയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം. അതിൽ അദ്ദേഹം എപ്പോഴും വിജയിക്കുന്നുവെന്ന് കാണുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ഞാൻ സുദീർഘമായ ഒരു സംഭാഷണത്തിന് ഇവിടെ മുതിരുന്നില്ല. എനിക്ക് ശേഷവും ഇവിടെ സംസാരിക്കുവാൻ ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെയും അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നു. പള്ളിക്കൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ. അവിടെ പോകാനുള്ള രണ്ടാമത്തെ അവസരമാണ് എനിക്ക് നഷ്ടമായത്. ഞാനും ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ 2010 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹവുമൊക്കെ വളരെ ഈ സൽപ്പേരൊക്കെ ആർജിച്ചെടുക്കുന്ന സമയത്ത് അന്ന് ഇതുപോലെ നിങ്ങളെപ്പോലെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെക്കുറിച്ച് അറിയുന്ന ആളുകളായിരുന്നില്ല. നമുക്കറിയാം, ഈ നാട്ടിലൊക്കെ എപ്പോഴും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ആളുകൾ എപ്പോഴും കൗതുകത്തോടെയും കുറച്ച് അസൂയയോടെയൊക്കെയാണ് നമ്മളെ നോക്കിക്കാണുന്നത്. അന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് പലരുടെയും ശരീരഭാഷ അങ്ങനെയായിരുന്നു. വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണക്കാരനായ വ്യക്തിയെയാണ് അവർ അതിനെ താരതമ്യപ്പെടുത്തിയത്. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചേർത്തലയിലാണ് ജനിച്ചത്. ഒരു ഇടത്തരം കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. അവിടെ ഒരു സാധാരണമായ കടക്കരപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം. എൻ്റെ പിതാവ് FICTയിലെ ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് ഞാൻ പിന്നീട് പഠിച്ചതും വളർന്നതുമെല്ലാം ഉദ്യോഗമുണ്ടല്ലോ. ഞാൻ നാട്ടിൽ നിന്ന് ഏതാണ്ട് 9ാം ക്ലാസ് ആയപ്പോൾ ഉദ്യോഗത്തിലേക്ക് പോവുകയും പിന്നെ ഞാൻ തിരിച്ചവിടെ ചെല്ലുന്നത് ഒരു സന്യാസിയായിരുന്നു. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കൂടെ കളിച്ച് നടന്ന ആളുകൾ, എടാ എന്ന് വിളിച്ച ആളുകൾ, നീ എന്ന് വിളിച്ച ആളുകൾ, ഇരട്ടപ്പേരുകൾ വിളിച്ച ആളുകൾ, അവരുടെയൊക്കെ മുമ്പിലേക്ക് വലിയ സന്യാസിയുടെ ഇങ്ങനെയുള്ള അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ആദ്യ സമയത്ത് ഉൾക്കൊള്ളുവാൻ സാധിച്ചു. അറിയപ്പെടുന്ന ഒരാൾ സാഹിത്യത്തിലോ അല്ലെങ്കിൽ മറ്റ് എഴുത്തിലോ മറ്റ് രാഷ്ട്രീയത്തിലോ മറ്റ് മേഖലയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചതില്ല. ഒരു സന്യാസിയായി, സാധാരണ നമുക്കറിയാം ഈ ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ സന്യാസം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ നിരാശ ബാധിക്കുന്ന സമയത്താണ് ഉണ്ടാവും. ദേശാടനം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, അവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും എന്നെ അവിടെ വെച്ച് എന്താ പറയുക, അവരിങ്ങനെ വളരെ എന്താ പറയുക, ചില ആളുകൾ കളിയാക്കുന്നു, ചില ആളുകൾ എന്നെ കണ്ടപ്പോൾ ചില അമ്മമാരായിട്ടുള്ള ആളുകൾ പൊട്ടിക്കരയുന്നു. ഞാനൊരു അമ്മൂമ്മയോട് ഒരു അമ്മൂമ്മ എന്തിനാ കരയുന്നു, മോൻ്റെ അവസ്ഥ ഇതായി പോയി. സന്യാസം എന്നൊക്കെ പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പം നമ്മളെ എപ്പോഴും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുവാനായിട്ട് കാലങ്ങൾ എടുക്കും. അത് എല്ലായിടത്തെയും ഒരു പ്രകൃതമാണ്. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പള്ളിക്കൽ അവിടെ നല്ല ആളുകളാണ്, പാവപ്പെട്ട ആളുകളാണ്. അപ്പം അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ പഠിച്ച് വളർന്ന് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ച് അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ കുടുംബത്തിൻ്റെയോ ഒക്കെ ആ തരത്തിലുള്ള പാരമ്പര്യം ഉണ്ടെങ്കിൽ കൂടി
ഒരാൾ അവരുടെ ഇടയിൽ നിന്നും വേദസ്, എനിക്കത് പെട്ടെന്നത് മനസ്സിലാവും. അദ്ദേഹത്തിന് ഇപ്പോൾ MLA ആയതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ വലിയ സിനിമാ താരമായതുകൊണ്ടൊന്നുമല്ല നമ്മൾ ആദരവ് കൊടുക്കുന്നു. അതേ ആത്മീയ ജീവിതത്തിൽ അത് ലോകത്തോട് പറഞ്ഞ് വേദസ്ത്രീ എന്ന് പറയുന്ന, പത്മശ്രീ എന്ന് പറയുന്ന പുരസ്കാരത്തിനും അപ്പുറത്ത് വേദസ്ത്രീ എന്ന് പറയുന്ന പുരസ്കാരം ആർജിച്ച ഒരാളാണ്. ദൈവീകമായ കാര്യങ്ങൾ പറയുന്ന ആളുകളെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും ആളുകൾ തയ്യാറാകുന്നില്ല. അത് നമ്മുടെ ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വാമിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം. നമ്മുടെ ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മുടെ വിജയം കണ്ടുകൊണ്ട് നമ്മളെ അംഗീകരിക്കുന്ന ആളുകൾ 15 വർഷത്തിന് ശേഷം വീണ്ടും അവിടേക്കായി പോകുവാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ അസൗകര്യം സംഘാടകരെ അറിയിക്കുകയുണ്ടായി. ആ സമയത്ത് അവർക്ക് കുറച്ച് വിഷമമായി. എന്നാലും ഞാൻ ആശ്രമത്തിൽ നിന്നൊരു സ്വാമിയെ ആ പരിപാടിക്കായി വിട്ട് മണികണ്ഠനെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ സ്വാമി തിരിച്ചു വന്ന് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് ഒരു ജന്മനാട് കൊടുക്കുന്ന ആദരവും എൻ്റെ മനസ്സ് നിറഞ്ഞത്, ആളുകളുടെ സ്നേഹം കണ്ടത്. അപ്പം ഞാൻ പെട്ടെന്ന്, അതാണ് ഞാൻ പറഞ്ഞ 2010 കുറിച്ച് ഞാൻ ആലോചിച്ചു. 1.5 പതിറ്റാണ്ട് മുമ്പ് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തുണ്ടായിരുന്ന ആളുകളുടെ ശരീരഭാഷയും ഇന്ന് ആളുകളുടെ ഹൃദയവും 2 കാലഘട്ടത്തിൻ്റെ അന്തരമുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തിയുടെ നിരന്തരമായ കഠിനാധ്വാനമാണ് പ്രധാനമായും അവിടെ വിജയിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വന്തമായി നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ നമ്മൾ പിന്തുടരുക, ലോകത്തിൻ്റെ അഭിപ്രായങ്ങളെ നമുക്കവിടെ മറികടക്കുവാൻ സാധിക്കും. ലോകത്തിലുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എപ്പോഴും എങ്ങനെയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പോത്തൻകോട് ആശ്രമത്തിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് എന്നെ നല്ലതായി മനസ്സിലാക്കുന്നവരും മോശമായി മനസ്സിലാക്കുന്നവരുമുണ്ട്. ഈ 2 കാലഘട്ടങ്ങളിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഒരു ദിവസം പോത്തൻകോട് ഒരു SI പുതുതായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 10,000 രൂപ. ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ പോലീസുകാർക്കൊന്നും നമ്മളങ്ങനെ പൈസ കൊടുക്കാറ്. ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഇങ്ങോട്ടാണ് വന്ന് പൈസ തരുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല, എനിക്ക് 10,000 രൂപ കിട്ടിയേ പറ്റി. പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് 10,000 രൂപ? അതെനിക്കൊരു അലമാരി മേടിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അലമാരി മേടിക്കാൻ ഞാൻ എന്തിനാണ് കാഴ്ച തരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് സ്വാമിയെ കുറിച്ച് വരുന്ന പരാതികളെല്ലാം എനിക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചൊക്കെ വരുമ്പോൾ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അസൂയ കൊണ്ട് നമ്മളെ നിരന്തരമായി വേട്ടയടിക്കുന്നു. അതിനെ അതിജീവിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഈ 2000 ആദ്യത്തെ പിണറായി വിജയന്റെ മന്ത്രിസഭ, അതിൻ്റെ ഒരു പ്രചരണ പരിപാടികൾ നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ്, കേരളത്തിലുടനീളം ഞാൻ ഒരു മതേതര സംഗമം നടത്തുവാൻ ആഗ്രഹിക്കുന്നു, സ്വാമി കൂടി ആ പരിപാടിയിൽ പങ്കെടുക്കും. ഞാൻ പറയും, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് താങ്കൾ വിളിക്കുന്ന പരിപാടിയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ നിറം എനിക്കുണ്ടാവും, അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിറവും ഈ പരിപാടിയിൽ കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മതേതര, ബഹുസ്വരതയുടെ ഒരു മതേതരത്വത്തിൻ്റെ പരിപാടിയാണ്. അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ ഞാൻ പോയി. കൊല്ലത്ത് പോയി, ആലപ്പുഴയിൽ പോയി, പിന്നെ തൃശ്ശൂരിൽ പോയി, കോട്ടയത്തൊരു പരിപാടി നടക്കുന്ന സമയം. അന്ന് വലിയ എന്താ പറയുക, എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അന്ന് അവ വേദിയിലിരുന്ന ശിവഗിരിയിലെ സന്യാസിമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ പുറത്ത് വലിയ പ്രക്ഷോഭമൊക്കെ നടക്കേണ്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആ സ്ഥലത്ത് ഒളിച്ചിരുന്നു, അവരുടെ പുറകിൽ ഒളിച്ചിരുന്ന് എന്നെ കാണാതിരിക്കുന്നു. ഞാൻ
അന്ന് അമേരിക്കയിലൂടെ ഒരു വാഷിങ്ടണിലൊരു മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ പോയിട്ട് വന്നിട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ടാണ് ഈ കോട്ടയത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി. ഞാൻ പ്രസംഗിക്കാനായിട്ട് ഈ മൈക്കിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വേട്ട മൃഗത്തിന് മാത്രമേ വേട്ടയാടപ്പെടുന്നതിൻ്റെ വേദന മനസ്സിലാവൂ. ഒരു വേട്ട മൃഗത്തിന് മാത്രമേ വേട്ടയാടപ്പെടുന്നതിൻ്റെ വേദന മനസ്സിലാവൂ. ഈ എതിരാളികളായിട്ടുള്ള ആളുകൾ, നായാടികളായിട്ടുള്ള ആളുകൾ ഈ മൃഗങ്ങളെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ കുന്തമുനകളും ശൂലവുമൊക്കെ തോക്കുമൊക്കെ അതിൻ്റെ ശരീരത്തിലേക്ക് വെടിവെച്ചും കുത്തിയിറക്കിയുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ കബന്ധങ്ങളൊക്കെ ഇങ്ങനെ ചിതറി രക്തവും ചലവും മാംസവും ഒക്കെ ഇങ്ങനെ പൊട്ടി വീഴുന്ന സമയത്ത് അത് കണ്ട് ആസ്വദിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞൊരു വാക്ക്, ഈ കേരളം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ വേദിയിരിക്കുന്നത്. നാളെ ഇദ്ദേഹത്തിൻ്റെ കാലവും കൂടിയാണ്. ഞാൻ എഴുന്നേറ്റ് പ്രസംഗം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ സീറ്റിൽ വന്നിരിക്കുമ്പോൾ, ഇപ്പോൾ 2 സീറ്റ് അടുത്തടുത്തിരിക്കുമ്പോൾ, ഇരട്ടച്ചക്കരെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി മുറുക്കെ പിടിച്ചു. ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമില്ല. ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ വളരുന്ന സമയത്ത് നമ്മളെ ഇകഴ്ത്തുവാനും നമ്മളെ താഴ്ത്തുവാനും നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുവാനും നമ്മളെ പരിഹസിക്കുവാനും നിരന്തരമായി വേട്ടയാടുവാനും നമ്മളുടെ പിറകിൽ എപ്പോഴും ഒരു ശക്തി കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ ശക്തിയെ അതിജീവിച്ചുകൊണ്ട്, ആ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് അസാധാരണമായ നിലയിൽ ആ കുഞ്ഞിവിടെ പാടിയതുപോലെ തനിക്കെതിരെ വരുന്ന ആയുധങ്ങളെ നിഷ്പ്രഭമാക്കി അതിനെ പൂക്കളാക്കി മാറ്റി തൻ്റെ ജീവിതത്തിൻ്റെ സൗകുമാര്യത ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ആ വ്യക്തി സാധാരണക്കാരിൽ നിന്നും അസാധാരണമായ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇവിടെ ആത്മീയതയുടെ അനർഗളമായ, അനിർവചനീയമായ, അവാച്യമായ വാക്കുകൾ കൊണ്ട് മലയാളിയെ എന്നല്ലയോ, മലയാളിയെ മാത്രമല്ല, ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സഹോദരന്മാർ ഉൾപ്പെടെ, ആന്ധ്രയിൽ നിന്നുള്ള സഹോദരന്മാർ ഉൾപ്പെടെ ഇവിടെ വരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി താമസിക്കുന്ന, ഭക്തിയെ ഇഷ്ടപ്പെടുന്ന, ഭക്തിയെ ഉൾക്കൊള്ളുന്ന ജനങ്ങളെ അവർക്ക് പ്രചോദനാത്മകമായ നിലയിൽ തൻ്റെ വാക്കുകളും തൻ്റെ ഇടപെടലുകളും തൻ്റെ ജീവിതവും അതിനോട് ചേർത്ത് വെക്കുവാൻ സാധിച്ച അനുപമമായ സർഗശേഷി കൈമുതലായ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കും. അദ്ദേഹത്തോടൊപ്പം സത്രവേദികളിലാണ് ഞാൻ പ്രധാനമായിട്ടും പോയിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. ഇന്ന് അദ്ദേഹത്തെ അനുമോദിക്കുവാൻ ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം മിക്ക ഇടങ്ങളിലും അദ്ദേഹത്തെ അനുമോദിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്, സഹചാരികളായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും ഇടയിൽ ഈ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ അത് ജീവിതത്തിലെ വലിയ നിയോഗമായി ഞാൻ കാണുന്നു. സ്വാമിജിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സാന്നിധ്യത്തിൽ ഇത് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ പ്രചോദനമാക്കി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ച സംഘാടകരോടുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവിതത്തിലും അനുവർത്തിച്ചു വരുന്ന വഴികാട്ടി, ആത്മീയ ഗുരു, കേരളത്തിലെ യജ്ഞാചാര്യന്മാരിൽ പ്രമുഖൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തൻ്റെ ജൈത്രയാത്ര അനുസ്യൂതം തുടരുന്ന
നമ്മുടെ ഏവരുടെയും സ്നേഹധനായ ആചാര്യൻ, വാക്കുകൾ കൊണ്ട് വസന്തം തീർക്കുന്ന നൈമിഷാരണ്യത്തിന്റെ അമരക്കാരനായ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണത്തിനായി നൈമിഷാരണ്യത്തിന്റെ ഭാരവാഹികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നൈമിഷാരണ്യം കൾച്ചറൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്ന വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ, അതുപോലെ മണികണ്ഠൻ പള്ളിക്കലിനെ കുറിച്ച് വളരെ കൃത്യതയോടെ നമ്മുടെ മുമ്പിൽ ചിത്രം പോലെ അവതരിപ്പിച്ച ഒരു ചിത്രകാവ്യത്തിന്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിലാകെ ആവിഷ്കരിച്ച മനോജസ് മംഗലത്ത് വിശിഷ്ട വ്യക്തികൾ, നൈമിഷാരണ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ കർമ്മ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകെ ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ഈ സദസ്സിലുള്ള ബഹുമാന്യര്, ഒരാൾ ഒരിടത്ത് വന്നിറങ്ങുമ്പോഴാണ് ചരിത്രം ആരംഭിക്കുന്നത് എന്ന് ചരിത്രത്തെക്കുറിച്ച് നാം പറയും. ഭൂതകാലത്തിലുള്ള വസ്തുതകളോ ആരൊക്കെയോ ചേർന്ന് ഒരുക്കിയ ഏതെങ്കിലും വെട്ടിപ്പിടുത്തങ്ങളുടെയോ കഥയല്ല ചരിത്രം. മറിച്ച് ഓരോ മനുഷ്യരും തൻ്റെ ഭൂമികയിൽ, തൻ്റെ ചുറ്റുപാട്, താൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് അവതരിപ്പിക്കുന്ന തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പാകെ മാതൃകയായി ഉയർന്നു നിൽക്കുമ്പോഴാണ് ചരിത്രം ആരംഭിക്കുക. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഡോക്ടർ വേദശ്രീ പള്ളിക്കൽ മണികണ്ഠൻ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിന് സമീപത്തുള്ള ചടയമംഗലം പൂങ്കോട് ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ സപ്താഹത്തിനായി യജ്ഞാചാര്യനായി എത്തുമ്പോൾ, അവിടെ കാലുകുത്തുമ്പോൾ അവിടെ ഒരു പുതിയ ചരിത്രം പിറക്കുകയായിരുന്നു എന്ന് ചരിത്രത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. ഞാനിവിടെ ചടയമംഗലത്ത് എൻ്റെ പ്രദേശത്ത് ഞാൻ ജീവിച്ചു വളർന്ന എൻ്റെ ചുറ്റുപാടിൽ, ഞാൻ കടന്നുപോയ വഴികളിൽ, ഞാൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന സംഗീതത്തിൽ എവിടെയോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പ്രദേശത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നിന്ന് ഉയരുന്ന മനോഹരമായ സംഗീതം അതെൻ്റെ ആത്മബോധത്തെ എന്നും ഉണർത്തിയിട്ടുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ ആ വഴിത്താരയിൽ, ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ, രാത്രി നടന്നു വരുമ്പോൾ എന്നും എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കേൾക്കുന്ന അതിമനോഹരമായ ഗാനങ്ങൾ, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച അത്യുദാരമായ ഏതോ മോഹിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച ഒട്ടേറെ വെളിപാടുകൾ ഉണ്ടായിരുന്നു. ജ്ഞാനപ്പാനയിലെ ഓരോ വരികളും ഞാൻ എൻ്റെ മനസ്സിനുള്ളിൽ ഇട്ട് മതിച്ചു. എത്ര മനോഹരമായാണ് ജീവിതത്തെ അർത്ഥപൂർണമായി ആ കവി നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിലൂടെ മനുഷ്യരുടെ മനസ്സിൽ ലക്ഷ്മണോപദേശത്തിലൂടെ എങ്ങനെയാണ് കോപിഷ്ഠനായ ഒരു മനുഷ്യൻ അയാൾ ശമതമ ഗുണങ്ങൾ ഉൾക്കൊണ്ട് ഒരു സന്യാസത്തിന്റെ വഴികളിലേക്ക് പോകുന്നത് എങ്ങനെ, തന്റെ ചുറ്റുപാടുമുള്ള തന്റെ സഹോദരനെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ നമ്മുടെ മുമ്പിലൂടെ വരച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വഴികൾ ലക്ഷ്മണനോട്, അനുജ ലക്ഷ്മണ, നീ സാന്ത്വനപ്പെടും, നീ എന്തിനാണ് ഇങ്ങനെ കോപിക്കുന്നത്? കോപം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളല്ലാതാകില്ലേ, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനല്ലേ പഠിപ്പിക്കേണ്ടത് എന്നിങ്ങനെ എഴുത്തച്ഛൻ നമ്മെ പുതിയ ഒരു ലോകത്തിന്റെ വലിയ ഗുരുനാഥനായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വാക്കുകളുടെ അർത്ഥം പൂർണിമ നൽകുന്നത് ആ വരികളിലൂടെ നാം കേട്ടതില്ല. യഥാർത്ഥത്തിൽ പിന്നെ ആ വരികളെ അത്ര സൂക്ഷ്മമായി എൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചത് വേദശ്രീ മണികണ്ഠൻ പള്ളിക്കലാണ്. അദ്ദേഹം ആ ക്ഷേത്രത്തിൽ യജ്ഞാചാര്യനായി വന്നപ്പോൾ ഒരു നാൾ ആ ക്ഷേത്രത്തിൽ എനിക്ക് ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയപ്പോൾ എൻ്റെ നാട് എനിക്ക് ആദ്യം നൽകിയത്, ഒരുപക്ഷെ എൻ്റെ പ്രസിഡന്റൊക്കെ വിളിപ്പുണ്ട്, ആദ്യം എനിക്കൊരു സ്വീകരണം തരുന്നത് ആ ക്ഷേത്രത്തിലാണ്. അവർ ആ ക്ഷേത്രത്തിൽ നിന്നൊരു സ്വീകരണം എനിക്ക് നൽകി. നമ്മളിത് ആലോചിക്കേണ്ടത്, ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇന്ന് ഈ വർത്തമാനം പറഞ്ഞ ഈ സദസ്സിൽ നിന്ന് വർത്തമാനം പറയുന്നതിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയം കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്.
ഇവിടെ നിന്ന് ഞാൻ വർത്തമാനം പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു? ഒരു പക്ഷേ അത് വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിന്റെ മനസ്സിന്റെ ഏറ്റവും ഉദാത്തപൂർണമായ സൗന്ദര്യത്തിന്റെ ഏറ്റവും ഉത്തുംഗതയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് സ്നേഹം, അതാണ് ചേർത്ത് വയ്ക്കൽ. നേരത്തെ നമ്മൾ പലപ്പോഴും മണികണ്ഠൻ പള്ളിക്കലിന്റെ സ്നേഹത്തെയും സ്നേഹവായ്പിനെയും ചേർത്ത് വയ്പിനെയും കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ പറയുമ്പോൾ അതിന്റെ കൃത്യമായ ഉദാഹരണത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ നിന്ന് വർത്തമാനം പറയുകയാണ്. ആ ചേർത്ത് വയ്ക്കലിന്റെ സൗന്ദര്യമാണ് ഞാൻ കാണുന്നത്. അന്ന് അവിടെ വന്ന് ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്ന് ആദ്യമായി എനിക്ക് നാട് നൽകിയൊരു ഉപഹാരം ഏറ്റുവാങ്ങുമ്പോൾ അന്ന് ആ മൈക്കിലൂടെ ഞാൻ കുറച്ച് വർത്തമാനം പറഞ്ഞു. ക്ഷേത്രത്തെക്കുറിച്ച്, ആ നാടിന്റെ സ്നേഹത്തെക്കുറിച്ച്, ഒരു ദേവാലയം എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച്. അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ പോകാൻ നേരം വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ എന്നോട് പറഞ്ഞു, പോകരുത്, നിൽക്കണം. ഞാൻ അവിടെ നിന്നു. കുറേ നേരം കഴിഞ്ഞ് അദ്ദേഹം വന്നു. എത്ര സന്തോഷത്തോടെ, എത്ര ചേർത്ത് വയ്പ്പോടെ അദ്ദേഹം എൻ്റെ കയ്യിൽ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിശ്ചയമായും നിങ്ങളും ഞാനും തമ്മിൽ പരിചയപ്പെടേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മണികണ്ഠൻ പള്ളിക്കൽ ഒരു സ്ഥലത്ത് വന്നിറങ്ങുമ്പോൾ അവിടെ ഒരു ചരിത്രം തുടങ്ങുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ സ്നേഹത്തിൻ്റെ ഒരു ചരിത്രം തുടങ്ങുകയായിരുന്നു. ഞാനും വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ തമ്മിലുള്ള ആത്മീയത്തിൻ്റെ ഒരു ചരിത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട മറ്റൊരു അത്ഭുതമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഒരു നാൾ മണികണ്ഠൻ പള്ളിക്കലിൻ്റെ ഫോൺ എനിക്ക് വരുന്നു. ഇവിടെ നമ്മുടെ കേരളത്തിലാകെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, കൊടിമൂട്ടിൽ ദേവി ക്ഷേത്രം. അതിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ പ്രകാശൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊടിമൂട്ടിൽ ദേവി ക്ഷേത്രത്തിൽ മറ്റെങ്ങുമില്ലാത്ത, മറ്റു ഒരു ക്ഷേത്രത്തിലും ഞാൻ കാണാത്ത ഒരു സവിശേഷതയുണ്ട്. അവിടെ ഉത്സവ പരിപാടികളിൽ മിക്സ് പരേഡുകൾ നടത്തുന്നതിന് പകരം ഉത്സവ പരിപാടികളിൽ മറ്റ് സാംസ്കാരികമായ മറ്റ് പരിപാടികളോടൊപ്പം അവർ സംഘടിപ്പിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര. ഓരോ ദിവസവും ഓരോ വിഷയങ്ങളിന്മേൽ കേരളത്തിന്റെ വിവിധ സാമൂഹിക മണ്ഡലങ്ങളിൽ ആധ്യാത്മിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് അവർ ആ ക്ഷേത്രത്തിൽ, ദേവീ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് നൽകുന്ന വിഷയത്തിന്മേൽ അഗാധമായ വാക്കുകൾ അവിടെ കൂടുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു. ഒരു ചിത്രം പോലെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു നാൾ വേദശ്രീ മണികണ്ഠൻ പള്ളിക്കലിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രഭാഷണം നടത്തണം. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം. അതാണ് നിങ്ങളുടെ വിഷയം. നോക്കൂ, എത്ര കൃത്യതയോടെയാണ് ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് പറയുന്നത്. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം. ജി ശങ്കരക്കുറുപ്പ് എന്ന വലിയ കവിയുടെ സൂര്യകാന്തി സ്നേഹത്തെക്കുറിച്ച് പറയുന്ന, ജീവാത്മാവും പരമാത്മാവും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന, സൂര്യകാന്തി എന്ന ജീവാത്മാവ് സൂര്യൻ എന്ന പരമാത്മാവിനോട് ചേരാൻ വേണ്ടി മോഹിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ വരികൾ. സ്നേഹമാണ് പരം സൗഖ്യം, സ്നേഹഭംഗം ദുഃഖമാണ് എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയത്തിന്മേൽ വർത്തമാനം പറയാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ കൊടിമൂട്ടിൽ ദേവീ ക്ഷേത്രത്തിൽ പോയി ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അത് കൊടിമൂട്ടിൽ ദേവീ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ പ്രകാശ് സാറിനെയാണ്. ഞാൻ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്, ലോകത്തിനെ കുറിച്ച് പറയുന്നില്ല. സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒട്ടേറെ കാലം കഴിഞ്ഞു. ഞാൻ എൻ്റെ നീണ്ട കാലത്തെ, ഞാൻ ഒരുപക്ഷെ റിട്ടയർ ചെയ്യാൻ നേരത്താണ് ഞാനൊരു പുസ്തകം എഴുതുന്നത്. ആ പുസ്തകം എഴുതി തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ വെച്ച് അതിൻ്റെ പ്രസിദ്ധീകരണം നടക്കുകയാണ്. നമ്മൾ നേരത്തെ ജ്ഞാനദിവസ് ഗുരുരത്നം പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാം സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ധരിക്കുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന, ധരിക്കുന്ന, നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്ന മനുഷ്യർ ഒരുപക്ഷെ എല്ലാവരും നമുക്കൊരു പ്രത്യേക കാര്യം വരുമ്പോൾ, നാം ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ ആരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരൊക്കെയോ നമ്മുടെ സമീപത്തേക്ക് വരും. അതാണ് ജീവിതം, അതാണ് തത്വചിന്ത. അത് ജീവിതത്തിൽ നിന്ന്, അറിവനുഭവത്തിൽ നിന്ന് നാം വാർത്തെടുക്കേണ്ട ഒരു ബോധമാണ്. നമുക്കൊപ്പം എന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ, ഇയാൾ എന്നോടൊപ്പമുണ്ട്, ഇയാളുണ്ട്, ഇവരെല്ലാം എനിക്കൊപ്പമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അവരാരുമില്ലാതെ ഒരുപക്ഷെ നമുക്ക് മുന്നിൽ ആരും അറിയാതെ കുറേയേറെ മനുഷ്യർ വരും. അവർ നമ്മളുടെ ഹൃദയത്തെ തൊടും. യഥാർത്ഥത്തിൽ ആരാണോ നമ്മുടെ ഹൃദയത്തെ തൊടുന്നത്, സ്നേഹത്താൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്നത് ആരാണ് തങ്ങളുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് തൊടുന്ന ഒരു സാന്ത്വനത്തിനായി, ഒരു സ്പർശത്തിന് വേണ്ടി കൊതിക്കാത്തത്? നമ്മൾ ഓരോരുത്തരും കൊതിക്കും. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് പെയ്യുന്ന മഴ, കോരി ചൊരിയുന്ന മഴ, ഞാൻ ഒരുപാട് പേരെ
വിളിച്ചിരുന്നു എൻ്റെ പുസ്തക പ്രകാശനത്തിൽ അവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മഴ ഇങ്ങനെ പെയ്തപ്പോൾ എനിക്ക് ഭീതി ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച ആളുകൾ വരുമോ, ആളുകളുടെ എണ്ണം കുറയുമോ എന്നൊക്കെ എനിക്ക് ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒട്ടേറെ മനുഷ്യർ വന്നു. എത്ര മനുഷ്യർ, ഒരു പക്ഷേ 100 കണക്കിന് മനുഷ്യരിവിടെ വന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഇവിടെ വന്നു. അത് ഈ പ്രകാശൻ മാഷായിരുന്നു. ഞാൻ വിളിച്ചതേ ഇല്ല, ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് എത്രയോ ദൂരെ തിരുവനന്തപുരം നഗരത്തിലുള്ള എൻ്റെ ആത്മസുഹൃത്തുക്കൾ പലരും എന്നെ വിളിച്ചു പറഞ്ഞു, മഴയാണ്, പുറത്തിറങ്ങാൻ കഴിയില്ല. തിരുവനന്തപുരം നഗരത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ആത്മസുഹൃത്തുക്കൾ പറഞ്ഞു, മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പാരിപ്പള്ളിയിൽ നിന്ന് ഒരാൾ, ഞാനുമായി അധികം ബന്ധമില്ലാത്ത എന്നോ ഒരിക്കൽ വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ ചേർത്ത് വെച്ച നാമധേയത്തോടൊപ്പം നിൽക്കുമ്പോൾ ഒരാൾ ബസ് കയറി അവിടെ വന്ന് എപ്പോഴാണോ ഈ പ്രോഗ്രാം തീരുന്ന അവിടം വരെ നിന്ന് ആ 2 പുസ്തകങ്ങൾ വാങ്ങിച്ച് തുടർന്ന് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്ത് അവരുമായി എനിക്ക് പരസ്പരം ഒരു ബന്ധമുണ്ടാക്കി പിരിഞ്ഞു പോയി എന്നതാണ് ഞാൻ കാണുന്നത്. വേദശ്രീ മണികണ്ഠൻ പള്ളിക്കലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നോക്കൂ, മലയാളത്തിലെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കവേ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഭാര്യ പരാതി പറഞ്ഞു. ഭാര്യ പറഞ്ഞ പരാതി, നോക്കൂ, നമ്മുടെ വീട്ടിലാകെ ചിലന്തിയാണ്, പാറ്റയാണ്, പല്ലിയാണ്. നമ്മുടെ അടുക്കള പല്ലിയും പാറ്റയും ചിലന്തിയും കൈയടങ്ങിയിരിക്കുന്നു. അപ്പോ ബഷീർ ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ? ആണോ എന്നവർ ചോദിച്ചു. അതെ. അവർ വീണ്ടും പറഞ്ഞു, നമ്മൾ ഒരു കുടുംബമല്ലേ? അപ്പോ ബഷീറിന്റെ ഭാര്യ ഭാബി ബഷീറിനോട് ചോദിച്ചു, ഞാനും നിങ്ങളും നമ്മുടെ മക്കളും മാത്രം പോലെ കുടുംബം? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, എനിക്ക് അത്ര ചെറുതാവാൻ വയ്യ. വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ നമ്മളോട് പറയുന്നൊരു വാക്യം, എനിക്ക് ചെറുതാവാൻ വയ്യ എന്നാണ്. എനിക്ക് ചെറുതാകാൻ വയ്യ. അദ്ദേഹത്തിന് വലുതാവുന്നു. എങ്ങനെയാണ് വലുതാവുന്നത്? ബാലാമണിയമ്മ വലുതാവണം എന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നു, കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും വിചാരിക്കും വലുതാവുമ്പോൾ നമ്മൾ ചെറുപ്പമാകാൻ മോഹിക്കും. വലുതാകണമെന്ന മോഹം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നത്? ഓരോ ഘട്ടത്തിലും വലുതാവുമ്പോൾ അദ്ദേഹം ചെറുതാവുന്നു, വലുതാവുമ്പോൾ ചെറുതാകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഉത്തമമായ മനുഷ്യരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോ ഞാൻ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ സ്വാമിയോടൊപ്പം വരുന്നു. ഞാൻ വാഷ്റൂമിൽ പോകാൻ പറഞ്ഞങ്ങോട്ട് ഇറങ്ങുവാൻ ഇവരെ കൊണ്ട് കയറുക. യഥാർത്ഥത്തിൽ എന്നെ കണ്ട ഉടനെ അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. 1 തവണയല്ല, 2 തവണ. നിങ്ങളത് ആലോചിച്ച് നോക്കൂ, എന്താണ് ഞങ്ങൾ എന്നിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഒരു തരത്തിലും അദ്ദേഹത്തിന് എന്നിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ഒരു സഹായവും ആവശ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വർഷത്തിൽ 365 ദിവസവും യജ്ഞവേദികളിൽ തന്റെ മനോഹരമായ കഴിവുകൊണ്ട്, സംഗീത ചാതുരി കൊണ്ട്, മനോഹരമായ വാക്കുകൾ കൊണ്ട്, വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലൂടെ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു മനുഷ്യൻ എന്തിനാണ് ഇത്രയും സ്നേഹം നമ്മളോട് കാണിക്കുന്നത്? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നോക്കൂ, നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്ന നമ്മളുടെ ഏത് വാക്കുകൾക്കപ്പുറവും മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ സ്നേഹത്തിന്റെ ഒരു അടയാളം എന്നത് ആലിംഗനമാണ്. അമ്മ കുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്താൽ, സഹോദരൻ സഹോദരി ആലിംഗനം ചെയ്താൽ, അച്ഛൻ മകളെ ആലിംഗനം ചെയ്താൽ, അച്ഛൻ മകനെ ആലിംഗനം ചെയ്താൽ, നോക്കൂ, ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ വ്യാപ്തി. നമ്മുടെ ആചാര്യൻ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ചേർത്തുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. യജ്ഞ പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ
പതിനായിരക്കണക്കിന് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഏറെ അടുത്ത് നിൽക്കുന്നവരെ ചേർത്തുകൊണ്ട് 300-ൽ പരം പേരെ ചേർത്തുകൊണ്ടാണ് ആ ഗ്രൂപ്പ് ആരംഭിച്ചത്. അന്നു മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആധ്യാത്മിക, ഭൗതിക, സാംസ്കാരിക മേഖലകളിൽ മറ്റു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കഴിയും തരത്തിലുള്ള സഹായങ്ങൾ പലതരത്തിൽ സമൂഹത്ത് യാതന അനുഭവിക്കുന്നവർക്ക് സഹായമായി ചെയ്യാനും ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യർക്ക് ചിലരെയെങ്കിലും ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ സുമനസ്സുകൾ ചേർന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ യാത്രയുടെ ഇടയിലാണ് ആചാര്യൻ ഇത് നമുക്ക് ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സംഘടനയായി മാറ്റണമെന്നും അത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണമെന്നും നാടിൻ്റെ വിവിധ തലങ്ങളിൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമം നടത്തണമെന്നും നമ്മോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആചാര്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ ചേർന്ന് നൈമിഷാരണ്യം വേദിക് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും അത് നിയമപരമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഫൗണ്ടർ ആൻഡ് ഷെയർ ഹോൾഡറായ ராஜபாளையத்தில் சோசியல் ஒர்க் நிறைய பண்ணியாச்சு. நம்ம பாபு அண்ணன் இன்ட்ரடியூஸ் பண்ணி வச்சு இந்த ஃபவுண்டேஷனுக்கு என்னுடைய பங்களிப்பு நிறைய இருக்கும் அப்படிங்கிறது நான் உறுதியாக இருக்கிறேன். நிறைய எஜுகேஷ்னல் டெவலப்மெண்ட், சோசியல் டெவலப்மெண்ட், பிஸ்னஸ் டெவலப்மெண்ட் அண்ட் எக்கனாமிக் டெவலப்மெண்ட் அத்தனை விஷயத்திலையும் அவர்களோடு நான் சேர்ந்து ஒரு பங்கெடுத்துக்கிறதுக்கு எனக்கு முழு சம்மதம். ആചാര്യനായാൽ അത് 1-2 മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുന്നതല്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പും വിവാഹം കഴിച്ചതിന് ശേഷവും ഞങ്ങൾ എൻ്റെ ഒരു അനുജനെ പോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് മണികണ്ഠ സ്വാമി. കാരണം ഞാൻ ഭിക്ഷാടകനായ ഒരു ദേവീഉപാസകനാണ്, ഒരു സന്യാസിയാണ്. ജീവിതത്തിൽ ഒരുപാട് വിശപ്പും, അനാഥനായി വളർന്ന ഞാൻ ഒരുപാട് വിശപ്പും ദുരിതങ്ങളും ആക്ഷേപങ്ങളും അവഗണനകളും ഒക്കെ സഹിച്ചു പുറത്ത് ജീവിക്കുന്ന കാലയളവിൽ ഒരു സുപ്രഭാതത്തിൽ മന്ത്രധ്വനി എന്ന് പറയുന്ന വിശിഷ്ടമായ ഒരു മാസികയുടെ എഴുത്തുകാരിൽ ഒരാളായി മണികണ്ഠ സാറ് മതിയാകും. വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നടന്ന ഗായത്രി യാഗത്തിലും പുത്തനാപുരത്ത് നടന്ന മഹാലക്ഷ്മി യാഗത്തിലുമൊക്കെ ഞാനും സാറും ഓലയും ബാബുജിയൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെപ്പോലെ സൗഹൃദപ്പേർ. ഇവിടെ പലരും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞു. എനിക്ക് മറ്റൊരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതാണ് ഞാൻ പറഞ്ഞത്, എത്രത്തോളം പറഞ്ഞാലും തീരത്തില്ല. ഒരു കുഞ്ഞ് പിറന്ന് വീഴുമ്പോൾ 3-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 2-2.5 വയസ്സിലോ ആ കുഞ്ഞിൻ്റെ നാവിൽ അക്ഷരം ഒരിക്കലും ക്ഷരമില്ലാത്ത, നാശമില്ലാത്ത ഒരു നമ്മളൊരു പ്രതിഷ്ഠ നടത്തണം. അതാണല്ലോ കുഞ്ഞുങ്ങളുടെ നാവിൽ അക്ഷരം കുറിക്കുന്നതിന് വിഗ്രഹപ്രതിഷ്ഠ അല്ലെങ്കിൽ അക്ഷരപ്രതിഷ്ഠ എന്നാണല്ലോ നമ്മൾ പറയുക. ആ അക്ഷരപ്രതിഷ്ഠ നടത്തിയ സുമുഹൂർത്തം
ധന്യമായിരുന്നു എന്ന് മാത്രമല്ല, പൂർവജന്മങ്ങളിൽ കഴിഞ്ഞുപോയ എത്രയോ മാനവജന്മങ്ങളിൽ അദ്ദേഹം ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ആയിത്തീരുന്നത്. മണികണ്ഠൻ ഗുരുരത്നം ജ്ഞാനതപസ്യ സന്യാസിയായെങ്കിൽ, മണികണ്ഠൻ സാറ് പരമാചാര്യനായി എങ്കിൽ ഇതൊന്നും ആ വ്യക്തികളുടെ തീരുമാനമാണെന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഈശ്വര നിശ്ചയമാണ്. വിതച്ചത് കൊയ്യും. മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഓരോ വ്യക്തിയും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സുഖമായാലും ദുഃഖമായാലും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സന്യാസിമാർ ദുരിതങ്ങൾ അനുഭവിക്കുന്നതോ? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ത്യാഗികൾ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ, ഏറ്റവും കൂടുതൽ പരിഹാസവും ആക്ഷേപവും അവഹേളനവും അനുഭവിക്കുന്നവർ സന്യാസിമാരാണ്. അല്ലാത്തവർ സന്യാസിയാകില്ല. പരിവ്രാജക യോഗമെന്ന് പറയുന്ന ജ്യോതിഷം പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വേദിയിലുണ്ടെങ്കിൽ അറിയാം. പരിവ്രാജക യോഗമെന്ന് പറഞ്ഞാൽ ആ യോഗം അനുഭവിക്കാൻ ഒരാളിന് നിയോഗമുണ്ടായാൽ ആ ആള് വറക്കച്ചട്ടിയിലിട്ട് വറക്കുന്നത് പോലെയായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സ്വന്തം മറ്റൊരു കാര്യത്തിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് മുമ്പും പിമ്പും എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ട് തന്നെ വൈകുണ്ഠത്ത് വിഷ്ണുപുരാണം പഠിച്ച് വായിച്ചു നോക്കിയാൽ അറിയാം, വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാന്റെ പരബ്രഹ്മ ചൈതന്യം ഈ 14 ലോകവും നിറയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ലക്ഷ്മി ഭഗവതിയാണ്. മണികണ്ഠ സാറിൻ്റെ ജീവിതത്തിലും ലക്ഷ്മി ഭഗവതിയുടെ തന്നെ ചൈതന്യവും സ്വഭാവശുദ്ധിയും അനുഗ്രഹവുമുള്ള ഒരു നാരീരത്നം ജീവിത പങ്കാളിയായി വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമാണ്. ഞാനിവിടെ പറയുന്നത്, ഗുരുരത്നം ജ്ഞാനതപസ്യ എന്ന് പറയുന്ന സന്യാസി വരി മണികണ്ഠ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലക്ഷ്മി മണികണ്ഠൻ എന്ന് പറഞ്ഞ് ഈ വേദിയിലെ ഏറ്റവും പിറകിലിരിക്കുന്ന ആ കുഞ്ഞ് ആനന്ദം കൊണ്ട് കപൂലങ്ങളിൽ ഒഴുകിയ ഇറങ്ങിയ കണ്ണീര് തുടയ്ക്കുന്നതും ഈ ദേവീവാസകൻ ശ്രദ്ധിച്ചു. സമസ്ത കോടി ജീവജാലം ഏകമെന്നു തോന്നണം, സർവഭൂത സങ്കടങ്ങൾ ഗോചരങ്ങളാകണം, സഹാനുഭൂതി ഉൾക്കടൽ തിരകളായി മാറണം. അസാധ്യമെന്ന ചിന്തയെ ജയിച്ചെനിക്കു വളരണം, അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം. തികഞ്ഞ ഭക്തിയോടെ ജന്മ നാടിനെ നയിക്കണം, ഗുരുപദാഭുജങ്ങളെന്നും ഉണ്മയായി സ്മരിക്കണം. ശത്രുവെങ്കിലും കരം ഗ്രഹിക്കുവാൻ കഴിയണം, മിഴികൾ കൊണ്ടു മാനസം തലോടുവാൻ പഠിക്കണം. നാവിൽ നല്ല വാക്കുകൾ സദാ തുളുമ്പി നിൽക്കണം, നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. വിഷ്ണുവിന് ലക്ഷ്മി എന്ന പോലെ, മഹാദേവന് ഉമ എന്ന പോലെ എന്നും ആചാര്യന് ശക്തിയായി ലക്ഷ്മി. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്ന പോലെ സൗവർണ പ്രകാശം ചൊരിയിക്കുന്ന അനർഘമായ നിമിഷങ്ങളെ സമ്മാനിക്കുന്ന മുഹൂർത്തം. ഏറെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത്രയധികം പ്രിയമുള്ളവരാണ്. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഖുർആനും ബൈബിളും ഒക്കെ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ അതിലെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ജനങ്ങളെ അതിങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, അരിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്.
എൻ്റെ സൗഹൃദങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. അതിൽ അരിച്ചു മാറ്റപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സൗഹൃദങ്ങളെ, അനർഘങ്ങളായ രത്നങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സോഷ്യൽ മീഡിയയിലെ മാല്യമാണ് ഈ നൈമിഷാരണ്യം. ഈ നൈമിഷാരണ്യം വേദിക് ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും ഇട്ടിരുന്നില്ല, നൈമിഷാരണ്യം എന്ന് മാത്രം. ആ നൈമിഷാരണ്യം എന്നൊരു കൂട്ടായ്മ, നൈമിഷാരണ്യം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ, യാതനകൾ അനുഭവിക്കുമ്പോഴും ശാന്തിയുടെ തീരം തേടി യാത്ര ചെയ്യുന്ന മനുഷ്യൻ എല്ലാ വിധത്തിലുമുള്ള തിരക്കുകളെയും ഒഴിവാക്കി സത്ചിന്തയോടുകൂടി ഒരിടത്ത് വിശ്രമിക്കുന്നുവെങ്കിൽ, അതേ ചിന്തയോടുകൂടി ഒത്തിരി ആൾക്കാർ ആ ആളിനോടൊപ്പം ചേരുന്നുവെങ്കിൽ ആ സ്ഥലത്തിനാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. കാലചക്രത്തിന്റെ ഗതിവിഗതികൾക്കിടയിൽ ഉള്ളിലെ നന്മയെ പ്രകാശിപ്പിക്കുവാൻ ലഭ്യമാക്കപ്പെടുന്ന സ്ഥലം, നേമി ശീർണമാക്കപ്പെടുന്ന സ്ഥലമെന്നാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. ഈ ഞായറാഴ്ചയിൽ ഇവിടെ കൂടിയ ഓരോരുത്തർക്കും ഒരുപാട് തിരക്കുകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒഴിവാക്കാൻ ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ മതി. എൻ്റെ ഫോണിൽ ഒത്തിരി മെസ്സേജ് ഉണ്ട്, ഞാൻ നോക്കിയില്ല. ഇവിടെ വരാൻ സാധിക്കാത്ത ആൾക്കാരുടെ മെസ്സേജുകളാണ്. ഒത്തിരി ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വരാൻ സാധിക്കാത്ത ആൾക്കാരുടെ ഫോൺ കോളുകളാണ്. എന്നാൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയ ആൾക്കാർ എല്ലാ തിരക്കുകളുണ്ടെങ്കിലും അവരുടെ മനസ്സിന്റെ ഒരു പ്രധാന ഭാഗത്ത് പള്ളിക്കലിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും എനിക്ക് വിജയിക്കണം എന്ന് മനസ്സിന്റെ ഉള്ളിലുള്ള ബോധം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരുടെ പ്രചോദനം കൊണ്ട്, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട്, കാരണം പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവരുടെയൊക്കെ വലിയ പ്രാർത്ഥന കൊണ്ട് വാമഭാഗത്ത് എല്ലാം തിരിച്ച് ഇറങ്ങി വന്ന് വാമഭാഗത്തേക്ക് ചേർന്നവരുടെ ഈ നന്മ കൊണ്ട് ഈ ബിനോയ് സാർ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞാൽ ചേട്ടനങ്ങ് പറഞ്ഞാൽ മതി, മറ്റൊന്നും ഉള്ളിൽ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ത്യജിച്ച് വാമഭാഗത്തേക്ക് ചേർന്ന് വന്നവരുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവര് അങ്ങ് ഇറുക്കി പിടിച്ച് നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഈ നിങ്ങളോടൊപ്പം എന്നും ഞങ്ങളുണ്ട്, നിങ്ങളുടെ ഉയർച്ച കൂടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ മനസ്സിന്റെ പ്രകാശം എന്ന് ചിന്തിച്ചവരുടെ ഒക്കെ മനസ്സിന്റെ നന്മയാണ് ഇന്നീ കാണുന്ന ടാലന്റ് ബുക്സ് ഓഫ് റെക്കോർഡ് നാഷണൽ റെക്കോർഡ് ലെവലിൽ എത്തുവാൻ എനിക്ക് പ്രേരകമായത്. തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട മുത്തും പവിഴവും വൈഡൂര്യവും ഭരതവും ഗോമേതകവും പുഷ്യരാഗങ്ങളും ഒക്കെ ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. തീർച്ചയായും ഈ സായന്തനം എന്നെ ഒരുപാട് കരയിപ്പിച്ച സായന്തനമാണ്. കാരണം അതെന്നെക്കുറിച്ച് പറഞ്ഞതിനപ്പുറം നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ എനിക്ക് വേണ്ടി ഈ തിരക്കുള്ള ദിവസത്തിലെ ഇത്രയും സമയം മാറ്റിവെക്കാനുള്ളൊരു മനസ്സിന്റെ വിശാലത ഉണ്ടായല്ലോ എന്നുള്ളതിനെ കുറിച്ച് ഓർത്തുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ആർദ്രത, സ്നേഹം, നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ സ്നേഹം പകർന്നു നൽകുന്ന
ആ ഒരു ആർദ്രത നറുകണം എൻ്റെ ഹൃദയത്തിലുണ്ട്. വിവിധ തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദരിക്കപ്പെടുന്ന ആളിനേക്കാൾ മഹത്വം ആരാണോ ആദരിക്കുന്നത് അവർക്കുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇത്രയധികം ഉപകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയത്. നമ്മുടെ കഴിവിനപ്പുറം ആ മനസ്സ് കണ്ടറിയാൻ സാധിക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ നന്മയാണ് ഈ അവാർഡുകൾക്കൊക്കെ ആധാരം. എന്നാൽ നാഷണൽ ടാലന്റ് റെക്കോർഡ് എന്ന ഉപഹാരം അതിനും അപ്പുറമാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി മേഖലയിലുണ്ട്, എങ്കിലും 20 വർഷക്കാലമായി സജീവമായിട്ടുണ്ട്. ആ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ഒരു വലിയ സമിതിയാണ് ഇങ്ങനൊരു പുരസ്കാരത്തിന് വേണ്ടി ക്ഷണിച്ചത്. ആരാധനായ ഉല്ലാസാണ് പലയിടത്തും പറഞ്ഞതുപോലെ ഈ പുരസ്കാരത്തെ തേടി അവർ പറയുന്ന വെന്യൂ അനുസരിച്ച്, സമയമനുസരിച്ച് നമ്മൾ പോകുമ്പോൾ ഒരു നാഷണൽ റെക്കോർഡ് നമ്മളിരിക്കുന്ന വേദിയിലേക്ക് വരിക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു അസുലഭമായ മുഹൂർത്തമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെ എന്നെ പ്രാപ്തമാക്കിയത് യജ്ഞവേദികളാണ്. ആ യജ്ഞവേദികളിലൂടെയുള്ള വിവിധ വിഷയങ്ങളിലൂടെയുള്ള യാത്രയാണ് ഈ ഉള്ളവനെ അല്പമായ സംഗീതവും അല്പമായ സാഹിത്യവും ഒരുപാട് സ്നേഹവും ഒക്കെ കൊണ്ട് അതിന് പ്രാപ്തമാക്കിയത് യജ്ഞവേദികളാണ്. അവര് ആ ലാസ്റ്റ് ഡേറ്റ് ആണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ വെന്യുണ്ട്, നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഇത്ര കാലമായി, അത് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങണം, ലാസ്റ്റ് വാർണിംഗ് ആണ്. ആ സമയത്താണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് അവിടെയൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്കുണ്ട്. കാരണം യജ്ഞത്തിന് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആൾക്കാരെ പറ്റിച്ചിട്ട് പോകാൻ പറ്റൂല. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമായിരിക്കും അവരൊരു വർഷത്തിൽ 7 ദിവസം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഉത്തരവാദിത്വത്തോടെ വിളിച്ചേൽപ്പിക്കുന്നത്. അവർ 1, 2, 3 ദിവസം പറ്റിച്ചു പോകുന്നത് ഉചിതമല്ല. ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ മുങ്ങി അടുത്ത പ്രോഗ്രാമിനൊക്കെ പോയി അടുത്ത മനോജ് സാറിനെ പോലെ, ഉല്ലാസ് സാറിനെ പോലെ, ആ കബീർ സാറിനെ പോലെ, അതിലെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഗുരുനാഥൻ തന്നെയായ അദ്വൈതാനന്ദ പുരിസ്വാമി ഉൾപ്പെടെയുള്ളവരെ ആക്കിയിട്ട് പോകാറുണ്ട്. എന്നാൽ 2-3 ദിവസമൊക്കെ പഠിച്ചിട്ട് പോകുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ചുടുകാട് ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദത്തോടെ, അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളത് സാറിനോട് പറയാനായിട്ടിരിക്കുകയായിരുന്നു. സാറ് അവരെ വിളിച്ച് വലിയ വേദികളിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഒരു യജ്ഞവേദിയിൽ വെച്ച് വാങ്ങാൻ പറ്റുമോ എന്ന് അനുമതി ചോദിക്കുമോ, നടക്കുമെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിരുന്നേനെ എന്ന് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. പേര് ഞാൻ സത്യത്തിൽ നിങ്ങളെയൊക്കെ കണ്ട് എഴുതി വെച്ച്, ഇനി എന്തെങ്കിലും എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ അതൊരു കടുത്ത അപരാധമായി തീരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പേരുകൾ മടക്കി വെക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും അത്രയേറെ എനിക്ക് പ്രിയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളവരെ സ്നേഹിക്കാൻ അങ്ങ് അകലെ നിന്ന് ഈ ഓരോരുത്തർക്കും ഈ കൂടപ്പുറപ്പിനെ പോലെ വളരെ സ്നേഹം തന്ന എല്ലാവർക്കും 1000 ആ കൃതജ്ഞത എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സ്നേഹത്തിൻ്റെ കൃതജ്ഞതയുടെ പ്രപഞ്ചം തന്നെ ഉള്ളിൽ തുടിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന വേദികളെ പരിചയപ്പെടുത്തിയ അനൂപ തപസ്യ ഉൾപ്പെടെ പുള്ളി വിചാരിക്കുകയായിരിക്കും എല്ലാവരും പൊന്നാടയും കൊണ്ട് വന്നു, എനിക്ക് ഒരെണ്ണം എടുത്തുകൊണ്ട് വരാനുള്ളതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം, നിങ്ങളുടെ ഓരോരുത്തർക്കും ഉള്ളിൽ ഈ ഉള്ളവരുടെ സ്ഥാനവും എന്ന് തിരിച്ചറിയും. അതിന് 1000 നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഒരു കൂടപ്പുറപ്പായി എന്നെ